ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് ഓൾ ആർ ഡൂയിങ് വെൽ. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു മലായ് ചിക്കൻ കറിയാണ് കേട്ടോ. നമ്മൾ വെള്ളപ്പത്തിനും അതേപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറി. ഫസ്റ്റ് ആയിട്ട് ഒരു ചിക്കൻ കബാബ് പ്രിപ്പയർ ചെയ്തെടുക്കാനുള്ള മിക്സ്ചറാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു വലിയ സൈസ് ഓണിയനും ചിക്കനും ബ്രെഡ് ക്രംസും ഒരു 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സും അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിലേക്ക് ഗരം മസാല ഒരു 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ കൊറിയൻഡർ ലീവ്സ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു കബാബിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. ഓവർ സൈസ് വേണ്ട കേട്ടോ, സാധാ കബാബിനേക്കാൾ കുറച്ച് ചെറിയ സൈസ് ആക്കിയെടുത്താൽ മതി. നമ്മൾ ഈ മിക്സ്ചർ ഫുള്ളും ഇങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ കബാബ് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഡീപ്പ് ഫ്രൈയും ചെയ്യരുത്, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ ചിക്കനൊക്കെ ഒന്ന് ജസ്റ്റ് കുക്കായി വരാനാണ്. കബാബൊക്കെ ഈ ഒരു കളറിലായി വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം കേട്ടോ. നമ്മളിതിൻ്റെ സോസിലേക്കുള്ള പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള ക്ലോവ്സ്, അതേപോലെ തന്നെ ഏലക്കായ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ സൈസ് ഒനിയനാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു 3 പച്ചമുളക് ജസ്റ്റ് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതേപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് കേട്ടോ വലിയ സൈസിൽ എടുത്തിട്ടുള്ളത്. ഈ വെജിറ്റബിൾസൊക്കെ ഓവറായിട്ട് കുക്കാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ അത് റെഡി ആയി കഴിഞ്ഞാൽ അതിലേക്കൊരു 100 ഗ്രാംസ് ഓഫ് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അതൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അത് ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് ഒരു 3-4 ടേബിൾ സ്പൂണോളം തൈരും ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലയും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഈ പെപ്പർ പൗഡറും ഗരം മസാലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് സിം ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈ കറി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെജീസ് ആയാലും കേർഡായാലും കാഷ്യൂ നട്ട്സും ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ചാട്ട് മസാല ആണ് കേട്ടോ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റായിട്ട് ഒരു 150 ഗ്രാമോളം ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് ഓവർ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കബാബ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കസൂരി മേത്തി കൂടി നമ്മളിതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ റെസിപ്പി.
എല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കട്ടോ. ചപ്പാത്തിക്കും വെള്ളപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ആൻഡ് ഇത് വെറുതെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റൊക്കെയാണ്. ഓവർ സ്പൈസി അല്ലാത്ത കുറച്ച് ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡിഷാണ് കേട്ടോ.